ഇവിടെ പ്രത്യേകിച്ച് ഈ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പാതയിലേക്ക് വ്യത്യസ്ത പാർട്ടികളിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒട്ടേറെ പേർ കടന്നു വരാറുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രസ്തുത വ്യക്തിക്കെതിരെയുമുള്ള ഏതാണ്ട് 11 കേസുകളും രാഷ്ട്രീയ ബന്ധമുള്ള കേസുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന മാധു. പ്രാഥമികമായി എൻ്റെ ഒരു പരിശോധനയിലും 11 കേസുകളും ഇതുമായി ബന്ധപ്പെട്ട കേസുകളാണ്. പിന്നെ നിലവിൽ അദ്ദേഹം കാപ്പ കേസിലെ പ്രതി അല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് കാപ്പ കേസിലെ പ്രതിയൊക്കെ ആണെങ്കിൽ ജില്ലയ്ക്ക് അകത്ത് തന്നെ കയറുന്നതിൽ ചില നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ പിന്നെ മാധ്യമങ്ങൾ ഇപ്രകാരം വാർത്ത കൊടുക്കുന്നു. നിങ്ങൾ മാത്രമല്ല, പല മാധ്യമങ്ങളും അക്കാര്യത്തിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ വ്യക്തി യുവമോർച്ചയുടെ ദീർഘകാലമായി അതിൻ്റെ പ്രവർത്തകനായിരുന്നു. ശരൺ ചന്ദ്രൻ യുവമോർച്ചയുടെ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. BJPയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേസുകളിൽ പ്രതിയാവും. ഇനി ആ കേസുകളുടെ ഗ്രാവിറ്റി എന്താണെന്നും ആ കേസുകളിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊരു ചർച്ച കൊണ്ട് പിന്നെ വിശദീകരിക്കാൻ കഴിയില്ല. കാരണം ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കണം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ ശരൺചന്ദ്രൻ നിലവിൽ കാപ്പാപ്രതി അല്ല എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. എന്റെ കാലാവധി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞത്. ശരിയാണ്, ഇതിനൊക്കെ കാലാവധി ഉണ്ടല്ലോ. കാലാവധി കഴിഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു 2023 ജൂലൈയിലാണ് കാപ്പ ചുമത്തുന്നത് എന്നുള്ളത്. കാപ്പ ചുമത്തുന്നത് ആർക്കെതിരെ എന്നുള്ളതാണ് ചോദ്യം. അത് നിരന്തരമായ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ കേസുകളൊക്കെ വരുന്ന ആളുകൾക്കെതിരെയാണ് കാപ്പ ചുമത്തപ്പെടുന്നത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളടക്കം നരഹത്യാശ്രമമാണ്. നരഹത്യ ഒന്നും രാഷ്ട്രീയ പ്രവർത്തനമല്ലെന്നേ. പറയൂ. അല്ല മാധു, ഇപ്പം JR ശ്രീ പത്മകുമാർ ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളാണ്. നമുക്കിപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കേസുകളിൽ ആളുകൾ പ്രതികളാവും. പിന്നെ BJP RSS രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത്തരം ക്രിമിനൽ ഗൂഢാലോചനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആക്ടിവിറ്റിയും ഒക്കെ അവർ അതിൻ്റെ ഭാഗമായി മാറും. ഞാൻ ഒറ്റക്കാര്യം, അയാളിപ്പോൾ കാപ്പ കേസിലെ പ്രതിയല്ല. അയാൾ പിന്നീട് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ജില്ലയ്ക്കകത്ത് തന്നെ അയാൾക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അയാളിപ്പോൾ കാപ്പ കേസിലെ പ്രതിയല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു, 1 വർഷം മുമ്പായിരുന്നു കാപ്പ കേസിലെ പ്രതിയായി അദ്ദേഹം ഉണ്ടായിരുന്നത്. ഉദയഭാനുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വരികയുണ്ടായി. ഇനി തർക്കം എവിടെയാണ് മാധു? ഒരു രാഷ്ട്രീയ പാർട്ടി, അത് വർഗീയ സംഘടനയാവട്ടെ, ഇനി ഒരു ഭീകര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തീവ്രവാദ നിലപാട് ഉയർത്തുന്ന ആളുകൾ, അവർ ഒരു ദിവസം ഇതെല്ലാം ഞങ്ങൾ വിടുന്നു. നിങ്ങൾ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാം, മാനസാന്തരപ്പെടുന്നു. ഒരാൾ മാനസാന്തരപ്പെട്ട് പറയുകയാണ്, ഞാനിനി ശരിയായിട്ടുള്ളൊരു വഴി തിരഞ്ഞെടുക്കാം. ഞാൻ ഇന്നലെ വരെ എൻ്റെ കുടുംബത്തെ തള്ളി പറഞ്ഞു, എൻ്റെ ബന്ധുക്കളെ തള്ളി പറഞ്ഞു, എൻ്റെ നാട്ടുകാരെ തള്ളി പറഞ്ഞു, എൻ്റെ വഴി തെറ്റായിരുന്നു, ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ്, ഞാൻ വിഡ്രോ ചെയ്യുകയാണ് എന്നൊരാൾ പറയുന്നു. നമ്മുടെ നാട്ടിലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ റൗഡിയായിട്ടോ അല്ലെങ്കിൽ ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള നരഹത്യാശ്രമമല്ല, ഒരുപക്ഷെ ചിലപ്പോൾ നരഹത്യ കേസിലെ തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ, ഒട്ടേറെ സംഘടിതമായ കുറ്റകൃത്യങ്ങളുടെ ഭാഗമായിട്ട് പ്രതികളായിട്ടുള്ള ആളുകൾ, അവരൊരു ദിവസം, നിങ്ങൾ രാഷ്ട്രീയ വിഷയമല്ല ഞാൻ പറയുന്നത്, ഒരു ദിവസം അവർ പറയുകയാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ഇന്നലകളിൽ ഒരു ഗുണ്ടാ പ്രവർത്തനം നടത്തിയ ഒരാൾ തൻ്റെ തെറ്റ് തിരുത്തി തൻ്റെ മേൽ ഉള്ള എല്ലാ കുറ്റങ്ങളും താൻ അതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നമ്മൾ അയാളെ കല്ലെറിഞ്ഞു ഓടിക്കുമോ? ഒറ്റ കാര്യം അല്ല, എന്റെ ഒരു ചെറിയ ചോദ്യം. അല്ലല്ല, JR ഞാൻ അങ്ങ് പറഞ്ഞതിലേക്ക് വരികയാണ്. ദയവ് കേൾക്കൂ, ഞാൻ പറഞ്ഞത് ദയവ് കേൾക്കൂ. ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, യുവമോർച്ചയുടെ ഭാഗമായി, BJPയുടെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരുപക്ഷെ അയാൾ CPIM പ്രവർത്തകരെയോ ഇടതുപക്ഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോ ആയിട്ട് പോലും ഒട്ടേറെ ചിലപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടായെന്ന് വരും. അതിന്റെ ഭാഗമായി ആക്രമണത്തിന്റെ കേസുകളിൽ ഞാൻ ഈ സംഭവം അല്ല പറയുന്നത്. അങ്ങനെ വന്നാൽ BJP ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ, അവരുടെ പ്രത്യയശാസ്ത്രം അവർ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ RSS പ്രത്യയശാസ്ത്രം ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ RSSന്റെ ഭാഗമായി നടത്തിയ ഗുണ്ടായിസം ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇതാ പ്രത്യയശാസ്ത്രപരമായ നിലപാടിലൂന്നി ഇടതുപക്ഷ ആശയവുമായി സഹകരിക്കാൻ തീരും. ഞാൻ മാധു ഉറപ്പിച്ചു പറയട്ടെ, വർഗീയവാദത്തിൽ നിന്ന് ഒരാളെങ്കിലും ഭൂമിയിൽ വിഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ സ്വാഗതം ചെയ്യണം. നമുക്ക് അയാളെ കല്ലെറിയാം, നമുക്ക് അയാളെ വേട്ടയാടാം. ഇന്നലകളിൽ അയാൾ നടത്തിയ കാപ്പ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ആസ് എ മീഡിയ പേഴ്സൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പ്രവൃത്തി, അതിൽ നിന്ന് അയാൾ വിഡ്രോ ചെയ്യാൻ തയ്യാറായാൽ അയാൾ ഇനി ഈ നാടിന് വേണം, അയാൾ ഈ സമൂഹത്തിന് വേണം.
അയാളെ വീണ്ടും നമ്മൾ ഈ കൂട്ടത്തിലേക്ക് തള്ളിവിടുകയാണോ ചെയ്യേണ്ടത്? ഇടതുപക്ഷ മതേതര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സെക്കുലർ നിലപാടിൽ ഊന്നി അയാൾ നിൽക്കാൻ തയ്യാറാകുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്? ഇപ്പോൾ ഒരു ജേർണലിസ്റ്റിക് യുക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇനിയും ഓരോ കേസും വിചാരണ ചെയ്യാം, ഓരോ കേസും വിശകലനം ചെയ്യാം. പക്ഷേ ഞാൻ ഉറപ്പിച്ചു പറയാം, ഹൃദയത്തിൽ തട്ടി പറയാം, ഒരാൾ തൻ്റെ നിലപാട് ഉപേക്ഷിച്ച് RSSന്റെ ചെയ്തി ഉപേക്ഷിച്ച് മതവർഗീയത ഉപേക്ഷിച്ച് വന്നാൽ ഞാൻ എൻ്റെ ഒരു നിലപാട് രണ്ട് കൈയും നീട്ടി, അത് പിന്നെ മലയാളപ്പുഴയല്ല, തിരുവനന്തപുരത്തല്ല, ലോകത്തെവിടെയും അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അയാളെ സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് ഈ സംഭവത്തെ സംബന്ധിച്ച് ഒറ്റ കാര്യം എനിക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത്, CPM-ലേക്ക് വരാനുള്ള തീരുമാനമെടുക്കുന്നു ഒരു 60 അംഗ സംഘം, അതിലൊരാൾ ഈ ശരൺ ചന്ദ്രൻ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്? എന്റെ പോയകാല രാഷ്ട്രീയം വർഗീയതയുടേതായിരുന്നു, അവിടെ നിന്ന് CPM-ലേക്ക് വരാൻ, മാനവികതയുടെ കൂടെ ഇടം പിടിക്കാൻ ഞാൻ തയ്യാറാകുന്നു, ഞാൻ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനാൽ ഞാൻ സ്വയം റദ്ദു ചെയ്യുന്നു, എനിക്ക് മാനസാന്തരം ഉണ്ടായിരിക്കുന്നു. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ? പബ്ലിക് ഡൊമൈനിലുണ്ടോ? അതോ പാർട്ടി അത് പരിശോധിച്ച് ഉറപ്പുവരുത്തിയോ? ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഭാഗമാകാനോ BJPയുടെ ഭാഗമാകാനോ ഒക്കെ പറ്റുന്നത് പോലെ എളുപ്പത്തിൽ CPIM-ൻ്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയോ ഒരു പാതയിലേക്ക് വരാൻ കഴിയില്ല. CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനവും തീരുമാനിക്കണം അയാളെ CPIM-ൻ്റെ ഭാഗമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടും എടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അയാൾ BJPയും RSSുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നു. RSSും BJPയും ആയിരുന്നപ്പോൾ അയാൾ എന്തായിരുന്നോ അയാളുടെ ആ സ്വത്വം തന്നെ, ആ അസ്തിത്വം തന്നെ അയാൾ ആത്യന്തികമായി റദ്ദ് ചെയ്യേണ്ടി വരും. എങ്കിലേ CPM-ന്റെ ഭാഗത്തേക്ക് വരാൻ പറ്റൂ. ഏറ്റവും വലിയ അഭിമാനമായി, ഏറ്റവും വലിയ പട്ടമായി കൊണ്ടു നടന്നിരുന്ന കുറെ മനുഷ്യർ, അല്ലെങ്കിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന കുറെ മനുഷ്യരുണ്ട്. 3 വർഷക്കാലം നല്ല നടപ്പ്, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി ഓഡിറ്റ് ചെയ്യും, എന്നാൽ ഒരു പക്ഷേ കൊതിച്ചിരുന്ന പാർട്ടി അംഗത്വം റദ്ദു ചെയ്യപ്പെടും, ഇങ്ങനെ പലത്. അവിടെ നിന്നാണ് 2 ആഴ്ച മുമ്പ് മാത്രം ജയിൽവാസം അവസാനിപ്പിച്ച, മുൻ രാഷ്ട്രീയ പാരമ്പര്യം ഇങ്ങനെയായിരിക്കുന്ന, ക്രിമിനൽ പശ്ചാത്തലം എങ്ങനെയായിരിക്കുന്ന ഒരാൾക്ക് ബൈപ്പാസ് ചെയ്ത് വരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. ഒരു കാര്യം മാധു കരുതുന്നത് പോലെ ഇന്ന് കേരളത്തിലെ CPIM-ലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ള ആളുകളെല്ലാം അവരുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛനപ്പൂപ്പന്മാരും അവരുടെ മുതുമുത്തശ്ശന്മാരും മുത്തശ്ശിമാരും CPIM ആയതുകൊണ്ട് വന്നവർ മാത്രമല്ല. പല കാലങ്ങളിൽ വർഗീയ രാഷ്ട്രീയത്തോട് വിച്ഛേദിച്ചു വന്നവരുണ്ട്, കോൺഗ്രസിനോട് വിയോജിച്ചവരുണ്ട്, മുസ്ലിം ലീഗിനോട് വിയോജിച്ചവരുണ്ട്, മറ്റ് വർഗീയ രാഷ്ട്രീയ സംഘടനകളോട് വിയോജിച്ചവരുണ്ട്. അവർക്കൊന്നും CPIM-നകത്തേക്ക് വരുന്നതിൽ അവരുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും വലതുപക്ഷ ആശയം ഉപേക്ഷിക്കുകയും ചെയ്താൽ തീർച്ചയായും CPIM-ന്റെ വഴികൾ അവർക്ക് കിട്ടുന്നതാണ് പാർട്ടി അംഗത്വം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പാർട്ടി ബോധ്യവും ഇടതുപക്ഷ ചിന്തയും അടിയുറച്ചുണ്ടാകുന്ന ഒരാൾക്കാണ് പാർട്ടി അംഗത്വം എന്നുള്ളതാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങും അങ്ങനെ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ചത്, 10-20 ദിവസം മുമ്പ് ജയിലറയിൽ പാർട്ടിക്കാരെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ജനിച്ച അന്ന് മുതൽ CPM-കാർ മാത്രമല്ല പാർട്ടി എന്ന് പറയുന്നത്. നല്ല ബോധ്യമുള്ള പറയുന്നേ പറഞ്ഞുള്ളൂ. ജനിച്ച കാൽ മുതൽ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാരമ്പര്യമായി കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല.